ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി ലേക്ക് ലേക്ക് എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസിലേക്കുള്ള യാത്രയും അവിടുത്തെ വിശേഷങ്ങളും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ്. അങ്ങനെ ഉലന്താനു ടെമ്പിൾ എല്ലാം വിസിറ്റ് ചെയ്തു, അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു, ഒരുപാട് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലേക്ക് എന്ന് പറഞ്ഞ വാട്ടർഫോൾസിലേക്ക് പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 45 മിനിറ്റത്തെ ഡ്രൈവേ ഉള്ളൂ ശരിക്കും ഉലന്താനു ടെമ്പിളിൽ നിന്ന് ലേക്ക് വാട്ടർഫോൾസിലേക്ക്. പക്ഷെ നമുക്ക് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം എടുത്തു. വരുന്ന വഴിക്ക് നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് സൈഡിൽ കയറി നിൽക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ ഈ ലേക്ക് വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴി വളരെ മനോഹരമാണ് കേട്ടോ. ഇവരുടെ തനതായിട്ടുള്ള ബാൽനീസ് വീടുകളുടെ ഇടയ്ക്കിടെയും പിന്നെ അവരുടെ മനോഹരമായിട്ടുള്ള അവരുടെ കൃഷിയിടങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെയാണ് അങ്ങോട്ടുള്ള റോഡ്. ഇത് മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു പോക്കറ്റ് റോഡ് കയറിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് കേട്ടോ. വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴയ്ക്കൊരു ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കയറാനും ഇറങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ യാത്ര കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി പോയേനെ. അങ്ങനെ നമ്മളൊരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ലേക്ക് വാട്ടർഫോൾസിൻ്റെ എൻട്രൻസിലെത്തി. ഇതാണ് ലേക്ക് വാട്ടർഫോൾസിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. സൈഡിലൊരു വലിയൊരു മാംഗോസ്റ്റിൻ്റെ ഒരു മരം, ഇതും വേറെ എന്തോ ഫ്രൂട്ടാന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കാലാവസ്ഥയും ഒരു വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്, എന്നാലും വലിയൊരു കാര്യമായിട്ടുള്ള മഴയില്ല. ഡൂരിയാനാന്ന് തോന്നുന്നുടാ, നീ കണ്ടോ ആൽബിനെ? ഡൂരിയാൻ നമ്മളവിടെ കണ്ടില്ലേ, നമ്മുടെ ചക്ക പോലത്തെ ഡൂരിയാൻ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്. അതിൻ്റെ ഒക്കെ സൈഡിൽ നട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അതേ പറമ്പിൽ നടക്കണ പോലത്തെ ഒരു ഫീല്. ചീമക്കൊന്നയും വാഴയും തെങ്ങും. ഇത് പപ്പയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയും, നീ എന്നാത്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ബാലിക്ക് പോയേ, വയനാട്ടിലെ പറമ്പിൽ ഇറങ്ങി ഇറന്നാൽ പോലെയെന്ന്. ഇതിന് കൊള്ളാം, കുറച്ച് നടക്കാണ്ടെന്നാണ് പറഞ്ഞത്. ആഹാ, ഇതാണ് ഇത്. ബാലിയിൽ പല ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഈ സ്വിങ് ഉണ്ട്. മറ്റേ നമ്മൾ ഇപ്പോൾ അടുത്ത പോകുന്ന ഉബൂദില്ലേ, അവിടെയുണ്ട്. വാട്ടർഫോളിലേക്ക് എങ്ങോട്ടാ സ്വിങ് ബാർ? വാട്ടർഫോൾസ് താഴേക്കാന്ന് തോന്നുന്നു. മഴയായതുകൊണ്ട് ഒരു മനുഷ്യനില്ല. എന്തായാലും ഇത് നമുക്ക് തിരിച്ച് വരുന്ന വഴിക്ക് കാണാം. അധികം മഴ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് വാട്ടർഫോൾസിലേക്ക് പോവാം. കുത്തനെയുള്ള ഇറക്കാം കേട്ടോ. നമ്മുടെ കോടഞ്ചേരി നമ്മുടെ വീടിൻ്റെ അവിടെ അങ്ങോട്ട് അല്ല, അത് അത്രയ്ക്ക് ഇറങ്ങാൻ അവിടെ ഇല്ല. പക്ഷേ ഒച്ചപ്പാടും ബഹളമൊക്കെ. അവിടെ പാമ്പൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവുമായിരിക്കൂലേ? ചെയ്യുമേ. ഒരുവിധം ആരോഗ്യമുള്ളവർക്ക് ഇതിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. കുറച്ച് ഇറങ്ങാനും കയറാനും എനിക്ക് തോന്നുന്നു. ഇറങ്ങാൻ കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ചക്കയൊക്കെ ഉണ്ടല്ലോ. മാംഗോസ്റ്റിൻ മരം. മാംഗോസ്റ്റിനൊന്നുമില്ല, സീസൺ അല്ലായിരിക്കും തോന്നുന്നു. ഏതാണ്ട് നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി. ഇനി ഇവിടെ കുറച്ച് ദൂരം കൊണ്ടുള്ള ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വാട്ടർഫോൾസ് എത്തിയെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പകുതി ദൂരം ആയിട്ടുള്ളൂ. ഇനി ഈ മുള കൊണ്ടുള്ള പാലം ക്രോസ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്നും നല്ലൊരു ദൂരം നടക്കാനുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് 1-2 ഫാമിലീസൊക്കെ അവർക്ക് പകുതി വഴിയിൽ നിന്ന് തിരിച്ച് വരേണ്ടതായിട്ട് വന്നു. അവർക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും കുറച്ച് ദുർഘടമായിട്ടുള്ളൊരു പാതയായിരുന്നു.
പക്ഷേ നമ്മളവിടെ പോകുന്ന വഴി അത്രയും ക്ലിയർ ആയിട്ടോ അല്ലെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വഴിയൊന്നും ആയിരുന്നില്ല. ഓ അപ്പോൾ ഈ കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. കുറച്ചും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു വാട്ടർഫോൾസിന് ചെറിയ ഗ്ലിംസ് കിട്ടാൻ തുടങ്ങി. വളരെ മനോഹരമായിട്ടുള്ള ഭയങ്കര ഒച്ചയായിരുന്നു. പക്ഷേ അത് അവിടുന്ന് പകുതിയിൽ അവർ തിരിച്ചു പോയവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു നഷ്ടമായി പോയിട്ടോ. അങ്ങനെ കുറച്ച് ദുർഘടമായിട്ടുള്ള വഴിയെല്ലാം ഓ ക്രോസ് ചെയ്ത് ബുദ്ധിമുട്ടി വന്നു കഴിഞ്ഞാലും വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. അത്രയും അത്രയും ബുദ്ധിമുട്ടില്ല, എന്നാലും ആ ബുദ്ധിമുട്ടി വന്നതൊക്കെ വളരെ വെർത്തായിരുന്നു എന്ന് നമുക്കവിടെ ചെന്നപ്പോൾ മനസ്സിലായി. നമുക്ക് ഈ വെള്ളം സ്പ്രേ ചെയ്യണ പോലെ അത്രയും കഠിനമായിട്ട് നമുക്ക് വീഡിയോയിലൂടെ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഫോട്ടോ വളരെ എടുത്തേ, ഫോട്ടോ എടുത്തേ. സ്ട്രോങ് ആയിട്ടുള്ള ഒരു കറണ്ടാണ് അവിടുന്ന് മേലെ നിന്ന് വരുന്നത്, വെള്ളം ഒഴുകി വരുന്നത്. അവിടെ വെള്ളം വീണ് അവിടുന്ന് ഏതാണ്ട് ഈ മഴ പെയ്യുന്ന പോലെ, മഴ സ്പ്രേ ചെയ്യുന്ന പോലത്തെ ഒരു ഇതാ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് കുറച്ച് വീഡിയോസും പിന്നെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായിട്ടോ. ഞങ്ങൾ പകുതി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടി വരുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന്. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പോസൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് യാത്ര തിരിച്ചു. അങ്ങനെ ഈ ഒരു വീഡിയോ എടുത്തോടുകൂടി നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്കൂട്ടറിൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോഴത്തേനും ചാർജെല്ലാം ആയി. ഈ കാണുന്നത് ഒരു 4 വീൽ ഡ്രൈവ് ജീപ്പാണ്. ഞാൻ വേറെ എവിടെ ഇത് കണ്ടിട്ടില്ല. നമ്മുടെ ഈ ബാലിയിൽ എപ്പോഴും നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ജീപ്പുകൾ കാണാനുണ്ട്. ഇവിടെ നല്ലൊരു ഓഫ് റോഡ് ക്ലബ്ബുകളും ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്, ശരീരമെല്ലാം തണുത്തിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം, നല്ല സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ കടകൾ തപ്പി നടന്നു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അവിടെ ചെറിയ കടയിൽ കയറി നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് തന്നെ അവർ ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തന്നു. എങ്ങനെയുണ്ട് ആൽബി? ആ നല്ല എരിവുണ്ടല്ലേ? അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെ യാത്ര തുടർന്നു. ഇനിയും നമ്മുടെ യാത്രകൾ തുടരുകയാണ്. നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോഴേ നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.